അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 നോമ്പെടുക്കാൻ വേണ്ടി നേർച്ച നേരുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയും പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും നോമ്പെടുക്കാൻ വേണ്ടി നേർച്ചയാക്കുകയും നോമ്പ് ആരംഭിക്കുകയും ചെയ്തു. അത്താഴത്തിന് കഴിക്കാൻ യാതൊന്നുമില്ലാത്തത് കൊണ്ട് നോമ്പ് തുറക്കെങ്കിലും മക്കൾക്ക് നല്ല വിഭവം തേടി അലി റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെടുകയാണ്. അന്ന് മുഴുവനും അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. ഒരു റൊട്ടിക്കുള്ള മാവിനുള്ള വക കിട്ടി. അങ്ങനെ അതും വാങ്ങി മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ സ്നേഹിച്ച, അവിടെ നിന്ന് ഒക്കത്തിരുത്തിയ, നിസ്കരിക്കുമ്പോൾ പോലും അവിടുത്തെ തോളത്ത് കയറി കളിച്ച ആ പുന്നാര മക്കൾ വിശന്ന് വലഞ്ഞ് നോമ്പെടുത്ത് പരവശരായിരിക്കുകയാണ്. ദൂരെ നിന്ന് ഉപ്പ അലി റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവരുന്ന ആ ഭക്ഷണം നോമ്പ് തുറക്കി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ആ പിഞ്ചു മക്കൾ തളർന്ന് അവശരായി നോമ്പ് തുറയുടെ അടുത്ത സമയത്തിരിക്കുമ്പോൾ കൊണ്ടുവന്ന മാവ് കുഴച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ റൊട്ടി ഉണ്ടാക്കുകയാണ്. ആ റൊട്ടിയിലേക്ക് നോക്കി മക്കൾ ഇങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു സന്ദർഭമുണ്ട്. ലോകത്ത് വിവക്ഷിക്കാനാവാത്ത, വർണ്ണിക്കാൻ കഴിയാത്ത വിശപ്പിൻ്റെ ഒരു സന്ദർഭം. ആ സന്ദർഭത്തിലാണ് റൊട്ടി കഴിക്കാനുള്ള ആവേശത്തിൽ നോമ്പ് തുറക്കാനുള്ള സമയം നോക്കിയിരിക്കുമ്പോൾ വീട്ടിലേക്ക് പെട്ടെന്നൊരു അതിഥി കയറി വരികയാണ്. മുഷിഞ്ഞ വേഷം, വളരെയധികം പ്രയാസപ്പെട്ട് ക്ഷീണിച്ച് അവശനായി വിശന്ന് വലഞ്ഞ അതിഥി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് വന്ന്, പ്രവാചക പുത്രിയല്ലേ, ഞാൻ കുറേ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വല്ലാത്ത വിശപ്പുണ്ട്, എനിക്ക് എന്തെങ്കിലും തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മക്കളെ നോക്കി. മക്കൾ പറഞ്ഞു, ഉമ്മ, നമ്മൾക്ക് വിശപ്പുണ്ട്, പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ അർഹൻ ആ വിശന്നു വലഞ്ഞ മനുഷ്യനാണ്, അദ്ദേഹത്തിന് അത് കൊടുത്തോളൂ. മക്കളുടെ സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് വീട്ടിലേക്ക് കടന്നു വന്ന അതിഥിക്ക്, ആ വിശന്നു വലഞ്ഞ മനുഷ്യന് ആ റൊട്ടിയെടുത്തു കൊടുക്കുമ്പോൾ ഫാത്തിമ ബീവിയുടെ മനസ്സകമൊന്ന് പിടഞ്ഞു. തൻ്റെ മക്കൾ ഇന്ന് എന്ത് കഴിക്കുമെന്ന് ആലോചിച്ച്. പക്ഷേ മറ്റൊന്നും ചിന്തിക്കാതെ ആ വന്ന മനുഷ്യന് ഭക്ഷണം കൊടുത്ത് അയാൾ ഇങ്ങനെ ആർത്തിയോടെ കഴിക്കുമ്പോൾ അത് കണ്ട് 4 പേരും ആത്മസംതൃപ്തി അടഞ്ഞു. പിറ്റേ ദിവസവും നോമ്പാണ്. നീണ്ട 3 നോമ്പുകൾ നേർച്ചയാക്കിയതാണ്. മക്കൾക്ക് അത്താഴത്തിന് കഴിക്കാനൊന്നുമില്ല. ബിസ്മി ചൊല്ലി വെള്ളം കുടിച്ച് ആരംഭപ്പൂവായ പുന്നാര തങ്ങളുടെ മകളും പേരമക്കളും മരുമകനും കൂടെ 2ാമത്തെ നോമ്പ് പട്ടിണിയിലായി തുടങ്ങുകയാണ്. അന്നും അലി റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പുറപ്പെട്ടു. വൈകുന്നേരം വരെ പണിയെടുത്തു, കുറച്ച് കാശ് കിട്ടി. അതിന് മക്കൾക്ക് വേണ്ടി കാരക്ക വാങ്ങി വീട്ടിലേക്ക് എത്തി. കാരക്ക കഴിച്ച് നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്ന മക്കളുടെ അടുക്കലേക്ക് അന്ന് കടന്നു വന്നത് ഒരു യതീമായ കുട്ടിയായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, എനിക്ക് ഉമ്മയും ഉപ്പയും ഇല്ല, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തന്നാൽ വളരെ സന്തോഷം. അവരാ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി, ഞങ്ങൾക്ക് ഉമ്മയും ഉപ്പയും ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മച്ചി, ഇന്ന് കിട്ടിയ കാരക്ക നമുക്ക് ഈ യതീമായ കുട്ടിക്ക് കൊടുക്കാം. അവൻ്റെ മുന്നിലേക്ക് കാരക്ക പാത്രം നീട്ടി. അവൻ ഓരോന്നോരോന്നായി ആർത്തിയായി കഴിച്ചു. അവസാനത്തെ കാരക്കയുമായി കുട്ടിയെടുത്ത് കഴിക്കുമ്പോൾ പരിഭവങ്ങളൊന്നുമില്ലാതെ, പരിവേദനങ്ങളൊന്നുമില്ലാതെ മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട പേരമക്കൾ അത് നോക്കിയിരുന്ന് ആത്മസംതൃപ്തി അടഞ്ഞു. 2ാം ദിവസവും പട്ടിണിയോടെ പച്ചവെള്ളം മാത്രം കുടിച്ച് നോമ്പ് തുറന്നു. 3ാമത്തെ ദിവസവും അലി റളിയല്ലാഹു തആല അൻഹു രാവിലെ പുറപ്പെട്ടു. അന്ന് കുറച്ച് മുന്തിരിയാണ് കിട്ടിയത്. ആ മുന്തിരിയുമായി നേരത്തെ വന്നു. ഇന്നെങ്കിലും മക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് 3ാമത്തെ ദിവസം വീട്ടിലേക്ക് കടന്നു വന്നത് ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ പരീക്ഷണമായേക്കാം. ശരീരമാസകലം മുറിവേറ്റ ബന്ദിയായി കിടന്ന ഒരു മനുഷ്യനാണ്. ആർത്തട്ടഹസിച്ച് നിലവിളിച്ച്, കുറേ ദിവസം എന്നെ ദുഷ്ടന്മാർ ബന്ദികളാക്കിയിട്ടു, ഭക്ഷണം പോലും തന്നില്ല, ഒന്നും കഴിച്ചില്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടു പോകും, എന്നെ മരണത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു വന്ന ആ ബന്ദിയായി കിടന്ന പ്രച്ഛന്നനായ മനുഷ്യനെ തൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട മുന്തിരി കൊടുത്ത് 3ാം ദിവസവും നോമ്പെടുത്തിരുന്ന മക്കളെ പട്ടിണിക്കെട്ട് അലി റളിയല്ലാഹു തആല അൻഹും ഫാത്തിമ ബീവിയും വിരുന്നൂട്ടുകയും അദ്ദേഹത്തിൻ്റെ പശിയടക്കുകയും ചെയ്തു. ഈ ചരിത്രം പ്രിയമുള്ളവരെ അവരുടെ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങിയതാണ്. പക്ഷേ ആകാശങ്ങളുടെ അപ്പുറത്ത് നിന്ന്, അർശിൻ്റെ കുറുസിൻ്റെ പരിസരത്ത് നിന്ന് നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് കാണുകയും ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല പരിശുദ്ധമായ ഖുർആനിൽ
ഇവർ ഈ സഹിച്ച ത്യാഗവും ഇവർ പിടിച്ച നോമ്പും ഇവർക്ക് കഷ്ടപ്പാട് നിമിത്തം ഉണ്ടായ ഈ പരിത്യാഗത്തിൻ്റെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അധികം ശ്ലാഘിച്ചുകൊണ്ട് ലോക മുഅ്മിനീങ്ങൾക്ക് പാഠമാകും വിധം പറഞ്ഞു കൊടുത്തു. ആരോരും അറിയാത്ത സ്വതക്ക, അവരുടെ കുടുംബങ്ങളിലെ 4 പേരിൽ മാത്രം ഒതുങ്ങുന്ന നോമ്പും പട്ടിണി നോമ്പു തുറയും ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്തുതിച്ചു പറഞ്ഞെങ്കിൽ, സ്വതക്കയുടെ കഥ പറയുന്ന, ഭക്ഷണം കൊടുക്കലിൻ്റെ കഥ പറയുന്ന നമ്മളെല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ത്യാഗം സഹിച്ച് സാധുക്കളെ സഹായിച്ച് നാളെ പാരത്രിക ലോകത്ത് സ്വർഗം നേടിയെടുക്കാൻ നമ്മൾക്കെല്ലാവർക്കും ഉദവി പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.